കേരള രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ സംഭവിച്ചത് വലിയൊരു ഭൂകമ്പമാണ്. ശശി തരൂർ എന്ന ആഗോള പൗരനെ ഇടതു പാളയത്തിലെത്തിച്ച് മൂന്നാം മൂഴം സ്വപ്നം കണ്ട പിണറായി വിജയനും സംഘത്തിനും ഇപ്പോൾ മറുപടി നൽകാൻ വാക്കുകളില്ലാത്ത അവസ്ഥയാണ്. തരൂരിനെ ചുറ്റിപ്പറ്റി ദുബായ് കേന്ദ്രീകരിച്ചു മെനഞ്ഞ കള്ളക്കഥകളുടെ ചീട്ടുകൊട്ടാരം തകർന്നു വീണിരിക്കുകയാണ്. മാധ്യമങ്ങൾ പടച്ചുവിട്ട ഗോസിപ്പുകൾക്കും കുതികാൽവെട്ട് രാഷ്ട്രീയത്തിനും അന്ത്യം കുറിച്ചുകൊണ്ട് തരൂർ ഇപ്പോൾ ഡൽഹിയിലാണ്. ഒപ്പം കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ഏറ്റവും പുതിയ വഴിത്തിരിവായി പ്രിയങ്ക തന്ത്രവും പുറത്തു വന്നിരിക്കുകയാണ്. കഥ തുടങ്ങുന്നത് ദുബായിൽ നിന്നാണ്. വിദേശയാത്രയ്ക്കിടെ തരൂരിനെ മുഖ്യമന്ത്രിയുടെ ദൂതൻ കണ്ടെന്നും ഇടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ ഓഫറുകൾ നൽകിയെന്നുമായിരുന്നു പ്രചാരണം. ഇതിന് ചുക്കാൻ പിടിച്ചത് പ്രമുഖ വ്യവസായി എം.എ. യൂസഫ് അലിയാണെന്ന് വരെ ചിലർ ഉറപ്പിച്ചു പറഞ്ഞു. എന്നാൽ ഈ കള്ളക്കഥകൾക്കെതിരെ യൂസഫ് അലി തന്നെ നേരിട്ട് രംഗത്തെത്തി. കഴിഞ്ഞ 6 മാസത്തിനിടയിൽ ഞാൻ തരൂരിനെ കണ്ടിട്ട് പോലുമില്ല, ഇത്തരം അനാവശ്യ ഗോസിപ്പുകൾ പടച്ചുവിടരുത് എന്ന യൂസഫ് അലിയുടെ താക്കീത് ശരിക്കും കൊണ്ടത് കള്ളം പടച്ചുവിട്ടവർക്കാണ്. വിദേശയാത്ര കഴിഞ്ഞ് നാട്ടിലെത്തിയ തരൂർ മൗനം വെടിഞ്ഞപ്പോൾ മുഖ്യമന്ത്രിയും സംഘവും ശരിക്കും ഞെട്ടി. ഇനി ഒരക്ഷരം മിണ്ടരുത് എന്ന കൃത്യമായ സന്ദേശമാണ് അദ്ദേഹം നൽകിയത്. തന്നെ കൂടെ കൂട്ടാൻ വല വിരിച്ച ഇടതുപക്ഷത്തിന് തന്റെ രാഷ്ട്രീയ അസ്തിത്വം കോൺഗ്രസിലാണെന്ന് തരൂർ ഒരിക്കൽ കൂടി തെളിയിച്ചു. മൂന്നാം മൂഴം സ്വപ്നം കണ്ട് എന്തും പടച്ചുണ്ടാക്കരുത് എന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയോടും സംഘത്തോടും പറയാതെ പറഞ്ഞു വെച്ചു. ഇവിടെയാണ് ഈ രാഷ്ട്രീയ നാടകത്തിലെ ക്ലൈമാക്സ്. തരൂർ കോൺഗ്രസ് നേതൃത്വവുമായി അകൽച്ചയിലാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചവർക്ക് തിരിച്ചടിയായി പ്രിയങ്ക ഗാന്ധി നേരിട്ട് രംഗത്തിറങ്ങി. തരൂരിന്റെ പ്രസക്തിയും ജനപിന്തുണയും മനസ്സിലാക്കിയ പ്രിയങ്ക ഹൈക്കമാൻഡും തരൂരും തമ്മിലുള്ള മഞ്ഞുരുക്കാൻ മുന്നിട്ടിറങ്ങി. പ്രിയങ്കയുടെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരമാണ് തരൂർ ഇപ്പോൾ ഡൽഹിയിൽ ക്യാമ്പ് ചെയ്യുന്നത്. കേരളത്തിലെ കോൺഗ്രസിൽ തരൂരിനെ ഒതുക്കാൻ ശ്രമിക്കുന്നവർക്കും അദ്ദേഹത്തെ റാഞ്ചാൻ നോക്കിയ ഇടതുപക്ഷത്തിനും ഹൈക്കമാൻഡ് നൽകിയ ശക്തമായ മറുപടിയാണ് ഇത്. ശശി തരൂർ ഇപ്പോൾ ഡൽഹിക്ക് പറന്നിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയുമായുള്ള അദ്ദേഹത്തിന്റെ കൂടിക്കാഴ്ച കേവലം ഒരു ഔദ്യോഗിക ചർച്ചയല്ല, വരാനിരിക്കുന്ന വലിയ രാഷ്ട്രീയ മാറ്റങ്ങളുടെ സൂചനയാണ്. താൻ ഒരിടത്തേക്കും പോകുന്നില്ലെന്നും കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ മുന്നിലുണ്ടാകുമെന്നും അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞു. പ്രിയങ്ക ഗാന്ധിയുടെ മധ്യസ്ഥതയോടെ തരൂർ വീണ്ടും കോൺഗ്രസിന്റെ ഏറ്റവും വിശ്വസ്തനായ പോരാളിയായി മാറിയിരിക്കുന്നു. ഇടതുപക്ഷത്തിന്റെ വലയിൽ വീഴാൻ തരൂർ തയ്യാറല്ലെന്ന് വ്യക്തമായതോടെ CPM-ന്റെ മൂന്നാം മൂഴം മോഹങ്ങൾക്കാണ് കനത്ത തിരിച്ചടിയേറ്റത്. സത്യത്തെ വളച്ചൊടിച്ചവർക്കും കുതികാൽവെട്ട് രാഷ്ട്രീയം നടത്തിയവർക്കും തരൂർ ഒരു വലിയ പാഠം നൽകി. ഐക്യത്തോടെയുള്ള കോൺഗ്രസിന്റെ തിരിച്ചുവരവിനാണ് ഇപ്പോൾ ഡൽഹി സാക്ഷ്യം വഹിക്കുന്നത്. എന്തായാലും മുഖ്യൻ ഇനി എത്ര അക്ഷരങ്ങൾ മിണ്ടിയിട്ടും കാര്യമില്ല. കാരണം തരൂർ കളി തുടങ്ങി കഴിഞ്ഞു. ഇത് തരൂരിന്റെ മൂന്നാം മൂഴമല്ല, കോൺഗ്രസിന്റെ കരുത്താർന്ന തിരിച്ചുവരവാണ്.